പുലികളിക്കായി തൃശൂരിൽ മടകൾ ഒരുങ്ങിക്കഴിഞ്ഞു. സ്വരാജ് റൗണ്ടിനെ വിറപ്പിക്കാൻ 7 സംഘങ്ങളായാണ് പുലിക്കൂട്ടം ഇറങ്ങുന്നത്. പുലികളുടെ ശരീരത്തിൽ തേക്കാനുള്ള നിറക്കൂട്ടുകൾ തയ്യാറാക്കി തുടങ്ങിയിട്ടുണ്ട്. അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി. നാളെ 4-ാം ഓണം നാളിനായുള്ള കാത്തിരിപ്പിലാണ് നാട്. MS ലിഷോയുണ്ട് പുലികളിയുടെ വിശേഷങ്ങൾ നൽകാനായിട്ട്, വിവരങ്ങളൊക്കെ പറയാനായി. ലിഷോയ്, അവിടെ വലിയ ഒരുക്കങ്ങളാണ്. ഒരുപക്ഷെ നടക്കുമോ ഇല്ലയോ എന്ന് സംശയിച്ചെടുത്തതാണ് ഇത്തവണ പുലികളി നടക്കുന്നതെന്നുള്ള പ്രത്യേകതയുമുണ്ട്. എവിടം വരെ എത്തിയ ഒരുക്കങ്ങളൊക്കെയും? തീർച്ചയായും ആദ്യം അനിശ്ചിതത്വങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അതെല്ലാം നീങ്ങി 7 സംഘങ്ങൾ, അതായത് കഴിഞ്ഞ തവണ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്നിട്ടും 5 സംഘങ്ങൾ മാത്രമാണ് പുലികളിക്കുണ്ടായിരുന്നത്. പക്ഷേ വലിയ ജനപങ്കാളിത്തം, അതിനോടൊപ്പം തന്നെ വലിയ ഒരു എല്ലാ പുലികളി സംഘങ്ങൾക്കും വലിയൊരു ആവേശം നൽകുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ തവണ ഉണ്ടായത്. അതായത് അത്രത്തോളം സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ ലഭിച്ചു. അതിനോടൊപ്പം തന്നെ ഇത്തവണ 7 സംഘങ്ങളാണ് ഉള്ളത്. 7 പുലികളി സംഘങ്ങൾ ഇത്തവണ ഈ സ്വരാജ് റൗണ്ടിൽ 4-ാം നാളിൽ ഇറങ്ങും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ കാണാൻ സാധിക്കും, ഇതൊക്കെ പുലികളിയുടെ ഈ പുലി വേഷം കെട്ടുന്ന ആളുകളൊക്കെ അണിയുന്ന വസ്ത്രങ്ങളും മുഖം മൂടിയും, അതുപോലെ തന്നെ ഇതൊക്കെ ആ ഒരു മുഖം മൂടിയുടെ എല്ലാം ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ ചെരുപ്പ് ഉൾപ്പെടെയുള്ളതുണ്ട്. അതായത് പുലികളുടെ ആ ഒരു വേഷത്തിൻ്റെ അനുസരിച്ചുള്ള ചെരുപ്പുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഒരു കരിമ്പുലിയുടെ മുഖംമൂടിയാണ് ഇവിടെ. അതിനോടൊപ്പം തന്നെ തൊട്ട് താഴെ തന്നെ ആ വസ്ത്രവും, കൂടാതെ ഈ അരമണി കിലുക്കിക്കൊണ്ടാണ് ഈ താളത്തിനൊത്ത് ഈ പുലികളെല്ലാം തന്നെ ചുവട് വയ്ക്കുക. ആ ഒരു ചുവടിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. അതാണ് ആ ഒരു പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഈ സമ്മാനങ്ങൾ നൽകുക, ഓരോ സംഘത്തിനുമുള്ള സമ്മാനങ്ങൾ നൽകുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുലികളിയുടെ ചുവടുവെപ്പാണ്. ആ ചുവടുവെപ്പ് എത്രത്തോളം ഒരുമയോടുകൂടി, അതിനോടൊപ്പം തന്നെ ഭംഗിയോടുകൂടി നടത്തുന്നു എന്നുള്ളതെല്ലാം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഏത് പുലികളി സംഘമാണ് ഒന്നാമതെത്തുക എന്നുള്ള കാര്യം കണക്കാക്കുക. അതിനോടൊപ്പം തന്നെ പല കാറ്റഗറിയിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത്. മികച്ച പുലി കളിക്ക്, അതിനോടൊപ്പം തന്നെ പുലി വേഷം, പുലി വണ്ടി, കൂടാതെ ഓരോ അച്ചടക്കത്തിനുൾപ്പെടെ, അതായത് നിശ്ചല ദൃശ്യം, അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ മത്സരത്തിനെല്ലാം തന്നെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്യുക. എന്തായാലും എല്ലാ പുലിമടകളും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സീതാറാം മിൽ ദേശക്കാരാണ് എന്നോടൊപ്പം ഉള്ളത്. ഇത്തവണത്തെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. തീർച്ചയായും 100% ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ 1 വർഷം കാലത്തെ പ്രയത്നമാണ് ഇവിടെ സമാപിക്കുന്നത്. വളരെ അതിഗംഭീരമായ രീതിയിൽ തന്നെയാണ് ഈ പ്രാവശ്യത്തെ പുലിക്കളി നമ്മൾ നടത്തുന്നത്. ഈ ജനപങ്കാളിത്തം കൊണ്ട് ഇത്തവണത്തെ തീർച്ചയായും നമ്മുടെ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വീട്ടിലത്തെ ഒരു കുടുംബത്തിലെ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാണ്. സ്ത്രീകൾ ഉൾപ്പെടെ, അതുപോലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ഇതിൽ പങ്കാളികളാക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇത്തവണ നമ്മുടെ പുലികളൊക്കെ ഒരുപാട് സസ്പെൻസുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവില്ല. നാളെ അറിയാം. ഇപ്പൊ പറയുന്നില്ല, കാണാൻ പോണ പോലും കണ്ടറിയാന്നല്ലേ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് എടുത്തു വരേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെയല്ല, 2 സംഘങ്ങൾ കൂടുതലുണ്ട്. കഴിഞ്ഞ തവണത്തെ 2 സംഘങ്ങൾ ഇല്ലെങ്കിലും 7 സംഘങ്ങൾ ഇത്തവണ ഉണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു ആവേശം കൂട്ടും. കോമ്പറ്റീഷൻ നടക്കട്ടെ, കോമ്പറ്റീഷനല്ല ആവശ്യം, മത്സരം നടക്കട്ടെ. മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ചാണ്. ഇവിടെ നമ്മുടെ പൂങ്കുന്ന് സെൻറ്റർ, സീതാറാം മിൽ ലൈൻ, പാട്ടരക്കൽ ഒക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കോമ്പറ്റീഷന്മാർ ലെവലിൽ അങ്ങ് എടുക്കുക, ജസ്റ്റ് ഫ്രണ്ട്ലി മാച്ച് മാറ്റി, എത്ര തന്നെ. ഈ പുലികളി എന്ന് പറയുമ്പോ നമ്മുടെ അവര് കോമ്പറ്റീഷൻ നടക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഊർജം കുറവുണ്ടോ? അതോ ഇനി നാളത്തേക്കുള്ള ഊർജത്തിന് വേണ്ടി ഇപ്പൊ ഇങ്ങനെ അടക്കി വെച്ചേക്കുവാണ്? അതായത് രാത്രിയെല്ലാം തന്നെ ഉറക്കമുളച്ച് ഇവിടെ ടേബ്ലോയുടെ ജോലികളും, അതിനോടൊപ്പം തന്നെ പുലികളിക്ക് വേണ്ടിയുള്ള സംഘാടക സമിതിയുടെ എല്ലാ ഒരുക്കങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പലരെയും ഞാനിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് കൊണ്ടുവന്ന ആളുകൾ വരെ ഈ കൂട്ടത്തിലുണ്ട് നിൽക്കുന്ന. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഒരു നമ്മുടെ സ്റ്റെപ്പും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല പ്രാക്ടീസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാ. ഞങ്ങളുടെ ആൾക്കാരും കുറേ ആൾക്കാർ, ഇവിടുത്തെ ആൾക്കാർ പങ്കെടുക്കും. എനർജി ഒന്നും കുറവില്ലല്ലോ അല്ലേ? ഒരു കുറവില്ല, എനർജി കൂടുതലാ. അത് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനർജികളൊക്കെ കൊടുത്തോണ്ടിരിക്കുക, നടന്നുകൊണ്ടിരിക്കും, ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ ഈ പുലികളിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആകർഷണം എന്ന് പറയുന്നത് ആ പുലികളി സ്റ്റെപ്പാണല്ലോ. ആ സ്റ്റെപ്പിന്റെ ഒരു പ്രത്യേകതയും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു പ്രത്യേക സ്റ്റെപ്പുകളാണിത്. ആ കളി കൈയും വെച്ചിട്ട് ആ കളി ഉണ്ടല്ലോ, അതങ്ങനെ ഇങ്ങനെ
അതെ അതെ ആ ഒരു താളം ഉണ്ടെങ്കിൽ താളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് അതല്ലാതെ നമ്മൾ സ്റ്റെപ്പ് ഇടുമ്പോൾ ഒരു സുഖമില്ലാണ്. സുഖട്ടാവില്ലേ, താളം വേണം അതിന്, താളം വേണം, താളം ഉണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് നടക്കുള്ളൂ. അതുപോലെ തന്നെ പുലിക്കളിയുടെ കൊട്ടും സാധാരണ മേളങ്ങളൊന്നുമല്ല, പുലിക്കളിക്ക് വേണ്ടി പ്രത്യേക ഒരു താളം എന്ന് പറയും നമ്മൾ, അസുര താളം ഭംഗിയായിട്ട്. അത് ഒരു പ്രത്യേക കൊട്ടാണ് അത് സ്പീഡിൽ പോവുകയും ചെയ്യും, വളരെ സ്ലോവിൽ പോവുകയും ചെയ്യും. അപ്പോൾ ആ സ്റ്റെപ്പ് വെച്ച് കളിക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ആണ്. ഈ മെയിൻ പുലികളെയൊക്കെ വലവീശി നേരത്തെ തന്നെ പിടിച്ചു വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? കുറേ ആൾക്കാരൊക്കെ ഞങ്ങൾ മാക്സിമം പിടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അത്രയല്ലേ പറ്റുള്ളൂ, കുറേ സംഘങ്ങൾ 7 സംഘങ്ങളുണ്ടല്ലോ, അതുപോലെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ എന്തായാലും ഇനിയിപ്പോ നമുക്ക് കാണാം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം എല്ലാം ഇങ്ങനെ അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ മുതൽ തന്നെ എല്ലാ പുലിമടകളിലും പുലി വര തുടങ്ങും. ഇന്ന് രാത്രി മുതലാണ് സീതാറാമിൽ ദേശത്തിൽ ഈ പുലിച്ചായ മരയ്ക്കുന്ന ജോലികളെല്ലാം തന്നെ ആരംഭിക്കുന്നത്. പലയിടങ്ങളിലും പല രീതിക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്തായാലും ആവേശം ഒട്ടും കുറയില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് നമുക്ക് എന്തായാലും എല്ലാ തവണയും അതുപോലെ തന്നെയാണ്. വലിയ ആവേശം തന്നെയാണ് തൃശ്ശൂരിൽ പുലികളി എന്ന് പറയുന്നത്. അതായത് പൂരത്തിനോട് കിടപിടിച്ച് നിൽക്കുന്ന തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ് തൃശ്ശൂർക്കാർക്ക് പുലികളി എന്ന് പറയുമ്പോൾ.